One, two, three. പ്രാർത്ഥനയും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ഈവനിംഗിൽ നമ്മുടെ ഒഫീഷ്യൽ സെറമണീസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഒരുപാട് പേർക്ക് അറിയായിരിക്കും തമിഴില് വിജയ് ടിവിയിലെ കുക്ക് വിത്ത് കോമാലി എന്നൊരു TV ഷോയിലൂടെ വളരെയധികം ഫേമസ് ആയി. അതിനുശേഷം മൂന്നോളം തമിഴ് ചിത്രങ്ങളിൽ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും ദയവായി സീറ്റ്സിലേക്ക് കയറിയിരിക്കുന്നത് റിക്വസ്റ്റ് ചെയ്തു. Once again, I request all our guests to be seated. Thank you. Alright, so ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാവരും ദയവായി സീറ്റ്സിലേക്ക് കയറിയിരിക്കുന്നത് റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ്. താങ്ക് യു. എവരിബഡി പ്ലീസ്. Alright, so good evening and namaskaram and a very warm welcome to this beautiful evening. നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷത്തോടെയും അതിലുമുപരി ആകാംക്ഷയോടും കൂടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. കാരണം നമ്മളിൽ പലരുടെയും ഒരു സ്വപ്നമാണ് സിനിമ. ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി അതിന്റെ ഒരു സന്തോഷമാണ് ഉല്ലാസം എന്ന ചിത്രം. സോ ഉല്ലാസം എന്നൊരു ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനോടനുബന്ധിച്ചാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. So ladies and gentlemen, I'm Andrea, your host for this evening. നിങ്ങളെ എല്ലാവരെയും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്തു to this grand audio launch of the film ഉല്ലാസം. സോ ഇന്നത്തെ ഒരു മനോഹരമായ ദിവസം ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരാനെത്തി നമ്മൾ എല്ലാവരും ഒരുമിച്ച് നല്ലൊരു കൈയോട് കൂടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So can we begin this beautiful evening with a big round of applause? Thank you very much. സോ ഉല്ലാസം എന്ന ഈ ഒരു ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഇതിന്റെ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വളരെയധികം ഫൺ ആൻഡ് കളർഫുൾ ആയിട്ടുള്ള ഒരു ഫിലിം ആണെന്നാണ്. കാരണം നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള യൂത്ത് ഐക്കൺ ഷെയ്ൻ നിഗം നായകനാകുന്ന ഈ ഒരു ചിത്രത്തില് ഷെയ്ൻ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഒരു റൊമാൻറ്റിക് എന്റർടൈനർ, ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ചിത്രമാണ് ഉല്ലാസം എന്ന് പറയുന്നത്. ആൻഡ് കൈതമറ്റം ബ്രദേഴ്സിന്റെ ബാനറിൽ ശ്രീ ജോ കൈതമറ്റം, ശ്രീ ക്രിസ്റ്റി കൈതമറ്റം എന്നിവർ നിർമ്മിച്ച് Thank you so much. So now ladies and gentlemen, let's move on to the much awaited ceremony of this beautiful evening. നമ്മൾ എല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ഉല്ലാസം എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആൻഡ് ഈ ഒരു ചടങ്ങിനായിട്ട് rise from your seats for a minute, please. Thank you. ദയവായിരിക്കാം. സോ ഇന്ന് ഈ ഒരു സന്തോഷത്തിലേക്ക് എത്തിച്ചേർന്ന നിങ്ങളെ എല്ലാവരെയും ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നതിന് പറ്റിയ ഒരാളെ എന്ന് പറയുന്നത് ഈ ഒരു ചിത്രം ഒരുപാട് നാല് സ്വപ്നമായി കൊണ്ട് നടന്ന് ഇന്ന് യാഥാർത്ഥ്യമായതിന്റെ ഏറ്റവും കൂടിയായ
ശ്രീ ഹരിനാരായണനാണ് ഇതിന്റെ വൺ ഓഫ് ദി ലിറിസിസ്റ്റ്. അദ്ദേഹത്തെ കൂടി ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഒപ്പം വേദിയിലേക്ക് സ്വാഗതം ചെയ്തു DOP ശ്രീ സ്വരൂപ് ഫിലിം. അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിലെ മനോഹരമായ വിഷ്വൽസ് നൽകിയ ഒരാൾ കൂടിയാണ് അദ്ദേഹം. ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായി നല്ലൊരു കൈഡി നൽകി നമുക്ക് ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഷെയ്ൻ നിഗം ആൻഡ് പവിത്ര ലക്ഷ്മി. ഇരുവർക്കും ഒരു നിറഞ്ഞ കൈഡി നൽകി ഒരിക്കൽ കൂടി ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെരി വാം വെൽക്കം ടു യു ഷെയ്ൻ ആൻഡ് വെൽക്കം പവിത്ര. യെസ്, ഇനി നമ്മുടെ ഇന്നത്തെ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന അതിഥികളെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ആദ്യം ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്തു ശ്രീ CP മലയെ. അദ്ദേഹത്തിന് നല്ലൊരു കൈഡി നൽകി സ്വാഗതം ചെയ്യാം. ശ്രീ ബാദു ഷാക്ക, അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ബാദു ഷാക്ക പ്ലീസ്. അർജുൻ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അർജുൻ ഒരു കിട്ടിലൻ കൈയടി കൊടുത്ത് നമുക്ക് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അർജുൻ എവിടെയാണ്? അർജുൻ പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ശ്രീ സിയാദ് കോക്കർ, അദ്ദേഹത്തെ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. And also CK Vinith and Mohammed Rafi, please come on to the stage. നാദിഷയ്ക്ക് ഞാൻ ഓൾറെഡി ഒരു സ്വാഗതം ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഒരു നല്ല കൈയ്യടി നമുക്ക് നൽകാം പ്ലീസ്. ഈ ഒരു ചടങ്ങിന് വേണ്ടി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അർജുൻ അശോകൻ, അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് സ്വാഗതം. Welcome Shane Nigam onto the stage. A very warm welcome to you, please. അപ്പൊ ഷെയ്ന്റെ കൂടെ ഇന്ന് ഈ ഒരു വേദിയിൽ നിൽക്കാൻ ഒരാളെ കൂടെ വിളിക്കാം അല്ലെ? ഓക്കെ, അപ്പൊ ഷെയ്ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു സിനിമയിൽ നായിക എത്തുന്ന പവിത്ര ലക്ഷ്മി കൂടി ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പവിത്ര. ഹലോ, ഹായ് പ്ലീസ്. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഈ ഒരു വേദിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഒബ്വിയസ്ലി നമ്മൾ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ? ഈ ഒരു ചിത്രം കുറച്ച് നാളായി ശരിക്കും പറഞ്ഞ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. പക്ഷെ പ്രത്യേകിച്ച് ഈ ഒരു നമ്മൾ ഗാനവും അതുപോലെ തന്നെ ട്രെയിലറൊക്കെ കാണുന്ന പോലെ തന്നെ വളരെ ഫണ്ണായിരുന്നോ ഷൂട്ടിംഗ് ഒക്കെ? ഷെയ്ൻ ആദ്യം പറഞ്ഞോളൂ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ? നല്ലതായിരുന്നു. ഇന്ന് ഷെയ്നിന്റെ കൂടെ ഉമ്മ കൂടി എത്തിയിട്ടില്ലേ? ഓക്കെ, എല്ലാവരെയും ഒരു സ്പെഷ്യൽ വെൽക്കം ചെയ്യാറുണ്ടോ ഇന്നത്തെ ഒരു ഓഡിയോ ലോഞ്ചിലേക്ക്? ഓക്കെ, സോ ഈ ഒരു ഉല്ലാസം എന്ന ചിത്രം, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മുടെ ആളുകൾക്ക്, കാണുന്നവർക്ക് ഒരു സിനോപ്സിസ് കൊടുക്കണമെങ്കിൽ എങ്ങനെയാ പറയാം? സിനോപ്സിസ് എനിക്ക് തോന്നിയേക്കുന്നത് ഇതൊരു വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ സന്തോഷമുള്ളൊരു സിനിമയിലാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് കഥയായിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല. കിട്ടുന്ന ഫീലിംഗ് വളരെ ലൈറ്റായിട്ടിരിക്കുക. പ്രത്യേകിച്ച് ഒരു ഇൻറ്റൻസിറ്റി ഇല്ലാത്ത, മുമ്പ് ചെയ്ത പടങ്ങളൊന്നും ഓർമ്മ വരാത്ത പടമായിരിക്കും ഇത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സംഭവം. അതെ, അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവം. കാരണം ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും ഷെയ്ൻ ഈ പടത്തിൽ ഫുള്ള് ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു സന്തോഷമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു ഫിലിമില് പവിത്ര, ദിസ് ഇസ് യുവർ ഫസ്റ്റ് മലയാളം മൂവി, റൈറ്റ്? And you've also acted in 3 Tamil movies. Yes? So how was your experience acting in the first film, in Malayalam? Actually, ആദ്യമായിട്ട് ഞാൻ ഫിലിം ചെയ്യുന്ന ഒരു ഫീച്ചർ ഫിലിം ഉല്ലാസം തന്നെയായിരുന്നു. ഒരു 3 വർഷത്തിന് മുമ്പ് ഞാൻ ഷോർട്ട് ഫിലിംസ് മാത്രം ചെയ്ത് നടന്ന
കുഴപ്പമില്ല അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളിലൂടെ ഉണ്ടാവും. സോറി ഫോർ ദ ഇന്ററപ്ഷൻ, പ്ലീസ്. ഞാൻ ആഡ് ഫിലിംസും ഷോർട്ട് ഫിലിംസും മാത്രം ചെയ്ത് നടന്ന കാലത്തിൽ എനിക്ക് പെട്ടെന്നൊരു ദിവസം വന്ന കോളായിരുന്നു ഉല്ലാസത്തിന്റെ കോൾ. അപ്പോൾ എനിക്ക് കഥ പറഞ്ഞ അപ്പം തന്നെ അത്ര ഇഷ്ടപ്പെട്ടു. പ്രവീൺ ചേട്ടനായിരുന്നു വിളിച്ചിട്ട് എനിക്ക് കഥ പറഞ്ഞത്. ഫോണിൽ വിളിച്ചിട്ട് കഥ പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞ അപ്പം തന്നെ നെക്സ്റ്റ് ദിവസം ഞാൻ ഐ ഫ്ലൂ ഡൗൺ ടു കൊച്ചിൻ ആൻഡ് അപ്പം തന്നെ സൈൻ ഓൺ ചെയ്തു. ഇറ്റ് വാസ് ലൈക്ക് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ഫോർ മീ. ആൻഡ് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, എല്ലാ നടന്മാർക്കും എല്ലാ നടിമാർക്കും അവരുടെ ജീവിതകാലത്തിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് മലയാളത്തിലായിരിക്കണം. എന്നുവെച്ചാൽ നമുക്ക് ലൗഡായിട്ട് എക്സ്പ്രസ് ചെയ്ത് അഭിനയിക്കുന്നത് എളുപ്പമാണ്. പക്ഷെ എല്ലാത്തിനും സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് ഭയങ്കര ക്ലോസ് ടു റിയാലിറ്റി ആയിട്ട് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാവും. അപ്പൊ എനിക്ക് ആദ്യത്തെ ഫിലിമിൽ തന്നെ ആ സ്വപ്നം സംഭവിച്ചു എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ പടം റിലീസാവാനുള്ള ഗ്യാപ്പിൽ ഞാൻ തമിഴ് പടങ്ങളും ചെയ്തു. ഐ വുഡ് ടെൽ ദിസ് ഇസ് മൈ ലക്കി ചാമ്പ്. ആൻഡ് ആക്ച്വലി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തമിഴ് കുട്ടിയാണോ മലയാളി കുട്ടിയാണോ? എങ്ങനെ വേണമെങ്കിൽ എങ്ങനെ വെച്ചോ. കാരണം നന്നായിട്ട് മലയാളം സംസാരിക്കും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെയും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി രണ്ടുപേരിൽ നിന്ന് എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യം, നമ്മുടെ ഈ പാട്ടിനൊരു ഡാൻസ് ആയാലോ അല്ലേ? ഒരു 2 സ്റ്റെപ്പ് കാണുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നത് ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ലൊരു കൈഡി കൊടുക്കാൻ അവർക്ക് പ്ലീസ്. ഐ നോ ഷെയ്ൻ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്, ആള് കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്ന് അറിയാം. പക്ഷെ നമ്മുടെ പടമാണ്, അതുകൊണ്ട് ഒരു 2 ഡാൻസ് സ്റ്റെപ്പ് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ താങ്ക് യു വെരി മച്ച്. ഓക്കെ, സോ ക്യാൻ വി ഹാവ് ദ മ്യൂസിക് പ്ലീസ്? രണ്ടുപേരും സംഭവിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പാട്ടുണ്ടായി, പെട്ടെന്ന് തന്നെ നമുക്ക് ഡാൻസ് കാണാം പ്ലീസ്. வாங்க சண்டேஸ், வாங்க போய் பார்ப்போம் வாங்க. Okay, one thing I can tell you all, ഇത്ര അടിപൊളിയായിട്ട് കളിച്ചത് ഈ ഒരു കയ്യില് കൊടുക്കും. ഇതിനെ കയ്യില് കൊടുക്കും. Make some noise for Shane Kumar Pavitra-Lakshmi. നിർബന്ധിച്ചപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ടു ബോത്ത് ഓഫ് യു. അപ്പൊ രണ്ടുപേരും സീറ്റ്സിലേക്ക് ഇരിക്കാം. താങ്ക് യു വെരി വെരി മച്ച്. അപ്പോ അവരുടെ വിശേഷങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു, ഡാൻസും കണ്ടു കഴിഞ്ഞു, എന്താണ് പറയാ, മനസ്സ് നിറഞ്ഞു. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ഇനി രണ്ടാമത്തെ സോങ്ങിലേക്ക് നമുക്ക് പോവാം. ഉല്ലാസബദ്ധ ചിത്രത്തിലെ രണ്ടാമത്തെ സോങ് ആണ് അടുത്തതായിട്ട് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് നമ്മുടെ ഫസ്റ്റ് സോങ് ഒഫീഷ്യലി റിലീസ് ചെയ്തത് നാളെ 6 മണിക്ക് യൂട്യൂബിലാണ്. ഇപ്പൊ നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്ന സെക്കൻഡ് സോങ് നിങ്ങൾ ആരും ഇപ്പൊ റെക്കോർഡ് ചെയ്യരുത്, കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളത് ഒഫീഷ്യലി റിലീസ് ചെയ്യുക. അപ്പോൾ പക്ഷെ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി നമ്മളത് ഇവിടെ